ഹലോ എല്ലാ ബുള്ളറ്റ് പ്രേമികൾക്കും നമസ്കാരം. 2009 മോഡൽ സ്റ്റാൻഡേർഡ് ഷോറൂം കണ്ടീഷനിൽ ഹെഡ്ലൈറ്റ് മാത്രം ഡിഫറൻസ് വരുത്തിയിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നും പ്രസാദ് ഭായി ആണ് ഈ വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് നാളായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നതാണ്. അങ്ങനെ അദ്ദേഹം ഇപ്പോഴാണ് ഫണ്ട് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നമ്മളെ വണ്ടി കോൺടാക്ട് ചെയ്ത് വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഹെഡ്ലൈറ്റ് ഒന്ന് ഡിഫറൻസ് വരുത്തണം, കുറച്ച് പവർ കൂടുതൽ വേണമെന്നുള്ളത്. പിന്നെ എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ നമ്മുടെ ഞങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം സൂപ്പറായിട്ട് കണ്ടീഷനിലാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ സൗണ്ട് നിങ്ങളൊന്ന് കേൾക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അതായത് ഏറ്റവും നല്ല വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴ പഴക്കം കൂടുന്തോറും നല്ല വണ്ടികളാണ് ഏറ്റവും നല്ല സൂപ്പറാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. എങ്കിൽ അത് ഒന്ന് ക്ലിയർ ചെയ്യാം. ഏറ്റവും നല്ല വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 മുതൽ 2010 മാർച്ച് മാസം വരെ ഇറക്കിയിരിക്കുന്ന കമ്പനി ഇറക്കിയ ഈ ഹെവി ക്രാങ്ക് വണ്ടിയാണ് ഏറ്റവും നല്ല സൂപ്പർ ആയിട്ട് റോയൽ എൻഫീൽഡ് കമ്പനി ഇറക്കിയിട്ടുള്ളത്. 2-in-1 പെർപ്പസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 120 കിലോമീറ്റർ സ്പീഡ് വരെ നല്ലൊരു രീതിയിൽ പണിത വണ്ടിയാണ്. 120 കിലോമീറ്റർ വേണമെങ്കിൽ അതിന് മുകളിലും വേണമെങ്കിൽ പോയ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ 120 വരെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 20-30 കിലോമീറ്റർ സ്പീഡിലും ഞാനിതിൻ്റെ ലൈവ് വീഡിയോ എടുത്തിട്ടുണ്ട്. 100 കിലോമീറ്ററിൻ്റെ ഒരു സ്പീഡിൽ ലൈവ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അടിയിൽ നോക്കിയാൽ മതി, സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ല വണ്ടികളും മറ്റും ഓടിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഒന്ന് വണ്ടി നിങ്ങളുമായിട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും സൂപ്പർ വണ്ടി എന്ന് പറയുന്നത് 2006 ശേഷം ഇറങ്ങിയ 2009, 2008, 2010 മോഡൽ ഇറങ്ങിയ വണ്ടി തന്നെയാണ്. ഒരു സംശയവുമില്ല. G2 മോഡൽ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് വണ്ടികളൊക്കെ നല്ല വണ്ടികളാണെങ്കിൽ പോലും കമ്പനി ആ വണ്ടികളിൽ കൊടുത്തിരിക്കുന്നത് 9 സംതിങ് ക്രാങ്ക് വെയിറ്റ് ആണ്. അത് ചെറിയ ക്രാങ്ക് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് 12 കിലോ വരെ കൂട്ടിയെടുക്കാൻ പറ്റും. ബട്ട് ഒരു 2-in-1 പെർപ്പസ് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ആ ഒരു സൗണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഒരു എമർജൻസി ആയിട്ട് അത്യാവശ്യം സ്പീഡിൽ പോകേണ്ട ആവശ്യം വന്നാൽ നിങ്ങൾക്ക് ആ വണ്ടിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ക്രാങ്ക് വെയിറ്റ് കൂട്ടിയ വണ്ടികളിൽ. പിന്നെ പറയാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മോഡൽ ഒറിജിനൽ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി അതിൻ്റെ മോഡൽ വണ്ടികൾ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാകും, കോസ്റ്റ്ലി ആണ് കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും നല്ല എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സൂപ്പർ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ ആരൊക്കെ നിന്ന് എടുക്കുമ്പോഴോ ഇപ്പോൾ എൻ്റെ നിന്ന് എടുക്കാൻ വേണ്ടി പറയല്ല കേട്ടോ. ആരൊക്കെ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് 2006 ശേഷം ഹെവി ക്രാങ്ക് വണ്ടി ഇറങ്ങിയ ഹെവി ക്രാങ്ക് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ മുകളിൽ ഒരു ഒരു പഞ്ചിങ് ഉണ്ടാവും. എന്നുള്ള രീതിയിൽ ഒരു പഞ്ചിങ് ഉണ്ടാവും. ആ വണ്ടികൾ നിങ്ങൾ മനസ്സിലാക്കുക. 2006 മോഡൽ പഞ്ചിങ് ഉള്ളതും ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഈ എന്നുള്ള പഞ്ചിങ് ഉണ്ടെങ്കിൽ ആ ഹെവി ക്രാങ്കിനെ സൂചിപ്പിക്കുന്നതാണ്. ഒരു വലിയ രീതിയിലായിരിക്കും ഈ ഹെവി ക്രാങ്ക് എന്നുള്ള എന്നുള്ള പഞ്ചിങ് ഉണ്ടാവുക. ആ വണ്ടികൾ നോക്കി സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് റൈഡ് ചെയ്യാം. ഓയിൽ ലീക്ക് കാര്യങ്ങൾ മറ്റു വണ്ടിയെ അപേക്ഷിച്ച് ഓയിൽ ലീക്ക് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇംഗ്ലീഷുകാർ വിളിക്കുന്ന പേര് റോയൽ എൻഫീൽഡ് എന്നല്ല, റോയൽ ഓയിൽ ഫീൽഡ് എന്നാണ് ഒരു വണ്ടിയുടെ ഇരട്ടപ്പേരായിട്ട് പറയുന്നത്. കാരണം ഈ വണ്ടികൾക്ക് ഓയിൽ ലീക്ക് മാറും, ബട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അത് പെട്ടെന്ന് അങ്ങനെ മാറി കിട്ടത്തില്ല. അത് മാറ്റിയാൽ മാറാത്ത അസുഖമല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ വണ്ടികൾ ഇതൊക്കെ പൊതുവേ കുറവാണ്. ഓടിക്കാനുള്ള സുഖവും കാര്യങ്ങളും പിന്നെ ഹെഡിൻ്റെ മുകളിൽ പൊല്യൂഷൻ കിറ്റും അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളും ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് തന്നെ വണ്ടി വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല കിണ്ണം കാച്ചിയ ലുക്ക് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്ക് ഇതുപോലെ വണ്ടി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.